സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സങ്കീർത്തനം 23:3 വാക്യം. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഇതിലുള്ള ഓരോ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ധ്യാനിക്കുക. തണുപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? തണുപ്പിക്കുക. ആരെങ്കിലും തല ഇറങ്ങി താഴെ വീഴുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവർ തന്നെ എഴുന്നേറ്റ് പോവും എന്ന് വിചാരിക്കുമോ? എന്താണ് ചെയ്യുന്നത് നിങ്ങൾ? ആരെങ്കിലും ഒരാൾ ചെന്നിട്ട് മുഖത്ത് വെള്ളം തളിക്കും, ഒരാൾ എഴുന്നേൽപ്പിക്കും, എഴുന്നേൽപ്പിച്ച ശേഷം കുറച്ച് വെള്ളം കൊടുക്കും, അതിനുശേഷം ദേഹത്ത് തിരുമ്മിക്കൊടുക്കും, പുറത്ത് തിരുമ്മിക്കൊടുക്കും, കൈകളിലും കാലുകളിലുമൊക്കെ മുറിവോ മറ്റോ ഉണ്ടെന്ന് നോക്കി കൈ തിരുമ്മിക്കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ചിലർക്ക് മനഃപൂർവ്വം വീഴണമെന്ന് തന്നെ തോന്നും. ഞാനൊന്ന് വീണതായ സമയത്ത് മനുഷ്യർ ഓടി വന്ന് എന്നെ ഇത്രമാത്രം ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ദൈവം ഞാൻ വീണു കിടക്കുമ്പോൾ എന്നെ അവൻ ആശ്വസിപ്പിക്കുന്നത് അനുഭവിച്ചറിയുമ്പോൾ, എൻ്റെ കാര്യങ്ങൾ നടത്തുമ്പോൾ, എന്നെ ബലപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ നീ കഷ്ടത്തിലായിരിക്കുമ്പോൾ, നീ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത്, നീ ദുഃഖിക്കുന്നതായ സമയത്ത് നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം, നിന്നെ പരിപാലിക്കുന്ന ദൈവം, നിന്റെ ജീവിതത്തിൽ നിരാശ കടന്നു വരുമ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നിന്നെ ആശ്വസിപ്പിക്കും, നിന്നെ തണുപ്പിക്കും. അവൻ നിന്റെ കണ്ണുനീരവൻ തുടയ്ക്കും, നിന്നെ അവൻ ചേർത്തണയ്ക്കും, നിന്നെ അവൻ ആശ്വസിപ്പിക്കും. എത്ര വലിയ ദൈവമാണ് നമുക്കുള്ളത്! വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ് നമ്മുടേത്. ചോദിച്ചാൽ നൽകുന്ന ഒരു കർത്താവുണ്ട് നമുക്ക്. നാം വിശ്വസിച്ചാൽ അത്ഭുത കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നീ അവനിൽ വിശ്വസിക്കുകയാണെങ്കിൽ, അവൻ്റെ കീഴിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ, അവൻ നിന്റെ ഇടയനാകുന്നുവെങ്കിൽ, അവൻ്റെ ഇഷ്ടമനുസരിച്ച് നീ ജീവിച്ചാൽ, പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ നിന്നെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് അവൻ നിന്നെ നടത്തും. നിന്റെ പ്രാണനെ അവൻ തണുപ്പിക്കും. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. നീ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം എന്നല്ല കർത്താവ് പറയുന്നത്. നിന്നോടൊപ്പം നടക്കുന്നവനാണ്, നിന്നോട് കൂടെ വരുന്നവനാണ്. അനേകം ആളുകൾ ഈ ദിവസം വലിയ വലിയ കാര്യങ്ങൾ പറയുമെങ്കിലും മറ്റുള്ളവരുടെ കഷ്ടത കണ്ട് സഹായിക്കില്ല. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ ബൈക്കിൽ വന്നേക്കാമെന്ന് പറയും, അല്ലാതെ ബൈക്ക് മാറ്റിവെച്ചിട്ട് അവരോടൊപ്പം നടന്നു പോകുമോ? ഇല്ല. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ നടക്കുന്നവനാണ്. നമ്മെ അവൻ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയുമില്ല. തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടില്ല. കൂരിരുളിൻ്റെ താഴ്വര എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഇരിക്കുമെന്ന് ആർക്കെങ്കിലും അറിയാമോ? കറണ്ട് പോയാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ കറണ്ട് പോയ അപ്പോൾ തന്നെ ഞങ്ങൾ സെൽഫോൺ ഓൺ ചെയ്യും, അല്ലേ? അതിൽ ടോർച്ച് ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിൽ എവിടെ വെച്ചോ കറണ്ട് പോയി. എല്ലാവരും ഫോൺ ഉയർത്തിപ്പിടിച്ചു. എല്ലാവരും കൈകളിൽ മെഴുകുതിരി പിടിച്ചിരിക്കുന്ന പോലെ തോന്നി. പണ്ട് കാലത്ത് കറണ്ട് പോയാൽ ഉടൻ തന്നെ തീപ്പെട്ടിക്കൊള്ളികൾ വരയ്ക്കുമായിരുന്നു. ഒരു ചർച്ചിൽ അങ്ങനെ ഒരു ദിവസം കറണ്ട് പോയി രാത്രിയിൽ. അപ്പോൾ പുരുഷന്മാർ എല്ലാവരും തന്നെ തീപ്പെട്ടികൾ എടുത്തു. തീപ്പെട്ടി എങ്ങനെയാണ് നിന്റെ കയ്യിൽ വരുന്നത്? സിഗരറ്റ് വലിക്കുന്നവനും ബീഡി വലിക്കുന്നവനും ചുരുട്ട് വലിക്കുന്നവനുമൊക്കെയാണ് തീപ്പെട്ടി സൂക്ഷിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി സിഗരറ്റ് വലിക്കില്ല, മദ്യം കുടിക്കുകയില്ല, വ്യഭിചാരത്തിന് ഇടം കൊടുക്കില്ല, ലോകപരമായുള്ള കാര്യങ്ങളിൽ ആകർഷിക്കപ്പെടില്ല, കള്ളം പറയില്ല, കൈക്കൂലി വാങ്ങില്ല, ദുഷ്ടപ്രവർത്തികൾ ചെയ്യില്ല. നീ ക്രിസ്ത്യാനിയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? നീ അവൻ്റെ നാമം ധരിച്ച് ജീവിക്കുന്ന സമയത്താണല്ലോ. കൂരിരുൾ താഴ്വരയുടെ അനുഭവം എന്ന് പറയുന്ന സമയത്ത് നിന്റെ കൺമുൻപിൽ എന്തു നടന്നാലും നീ അറിയുന്നില്ല. അതാണ്. എന്തു ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതിയിൽ, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റാത്തതായ ഒരു അവസ്ഥ വരുമ്പോൾ നീ കൂരിരുളിൻ്റെ അവസ്ഥയിലേക്ക് പോവുകയാണ്. അനസ്തേഷ്യ തന്നിട്ട് ഓപ്പറേഷൻ ചെയ്യപ്പെട്ടവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഉയർത്തുക. അനസ്തേഷ്യ തന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ കഴിയുമോ? എന്ത് കാണാൻ കഴിയും? എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ തവണ തന്നതായ സമയത്ത്, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി ഓർമ്മയില്ല. എൻ്റെ കഴുത്തിനൊരു പ്രശ്നം വന്ന സമയത്ത് ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ കയ്യിൽ ഇഞ്ചക്ഷൻ വെച്ചിട്ട് 1, 2 എണ്ണുവാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു, എന്താണിത്? ഞാനെന്ത് LKG സ്റ്റുഡൻ്റ് ആണോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എത്ര നമ്പർ അറിയാം അത്രയും വരെ എണ്ണാൻ പറഞ്ഞു. ഞാൻ എണ്ണാൻ തുടങ്ങി. 1, 2, 3, 4. അത്രേ എണ്ണിയുള്ളൂ. പിന്നെ അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ തട്ടി ജയ്പാൾ ജയ്പാൾ എന്ന് വിളിച്ചപ്പോൾ ഞാൻ അനങ്ങുന്നില്ല. എവിടേക്കാണ് പോയത്? മരിച്ചുപോയോ? ജീവനുണ്ടോ? ജീവനോടുണ്ട്. പക്ഷെ എന്താണ് പറ്റിയത്?
ചുറ്റും ഇരുട്ടാണ്, എനിക്കൊന്നും തന്നെ അറിയുന്നില്ല, ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ തിയേറ്ററിൽ കിടന്ന് മരിച്ച എത്രയോ ആളുകളുണ്ട്. അനസ്തേഷ്യ കിട്ടിയിട്ട് പിന്നെ ഉണരാതിരുന്ന എത്രയോ ആളുകളുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചികിത്സ ചെയ്തപ്പോൾ തെറ്റുപറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ശവം കൊണ്ടുവരുന്നതായ അനുഭവം എത്രയോ ആളുകളുടെ ജീവിതങ്ങളിൽ നാം കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആപത്ത് കാലങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നാം ഭയങ്കരമായ പോരാട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ഡോക്ടർമാർ നിസ്സഹായരായി നിൽക്കുന്നതായ സമയത്ത് നമ്മുടെ ജീവിതം അന്ധകാരത്തിലേക്ക് കൂപ്പുകുത്തിപ്പോകാനിടയാകുന്നു. ഞാൻ ചിന്തിക്കാറുണ്ട് സഹോദരിമാരെക്കുറിച്ച്. സ്ത്രീകൾ പ്രസവവേദന അനുഭവിക്കുന്നതായ സമയത്ത് അല്ലെങ്കിൽ സർജറി നടക്കുന്ന സമയത്ത് ഒരു അന്ധകാരത്തിൽ പോയിട്ടാണ് അവൾ തിരിച്ചു വരുന്നത്. ഒരു ആഴങ്ങളിലേക്ക് പോയിട്ട് തിരികെ വരികയാണ്. അത് സകല വേദനയെക്കാളും വലിയ വേദനയാണെന്ന് കർത്താവ് പറയാനിടയായി. എത്രയോ അമ്മമാർ ഈ കാലത്ത് ആ വേദനയിൽ പ്രസവത്തോടു കൂടി തന്നെ മരിക്കുന്നുണ്ട്. പ്രസവ സമയത്ത് തന്നെ അമ്മയും കുഞ്ഞും മരിച്ചു പോകുന്നു. പ്രസവ സമയത്ത് അല്ലെങ്കിൽ സർജറി നടക്കുമ്പോൾ അമ്മയും കുഞ്ഞും മരിക്കുന്നു. ഓക്സിജൻ കിട്ടാത്തത് കൊണ്ട് മരിച്ചു പോകാറുണ്ട്. പല പല കാരണങ്ങൾ കൊണ്ട് പല ആളുകളും മരിച്ചു പോകാറുണ്ട്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ വ്യക്തി ഒരു തിയേറ്ററിലേക്ക് പോയാൽ അവിടെ ഒരു സർജറി അവന് നടന്നാൽ അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെടുകയാണെങ്കിൽ, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാകാറുണ്ട്. എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാൻ കഴിയാതെ അന്ധകാരത്തിൻ്റെ ആഴങ്ങളിൽ തപ്പിത്തടയുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്തൊക്കെ സംഭവിക്കുന്നുവെന്ന് അറിയാൻ കഴിയില്ല, എന്തു ചെയ്യണം എന്നറിയാൻ കഴിയാത്തതായ ഒരു ആപത്കാലം ഉണ്ടാകുന്ന സമയത്ത് അനേകർക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നു. നാം ആണെങ്കിലോ, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, എൻ്റെ കർത്താവ് എനിക്കുള്ളത് കൊണ്ട്. ഞാൻ ഏത് കുഴിയിൽ വീണാലും, ഏത് പ്രശ്നത്തിൽ അകപ്പെട്ടാലും, ഞാൻ ഏതു സ്ഥിതിയിലാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ കരം എന്നെ സ്പർശിക്കുവാനിടയാകും. അവൻ എന്നെ എഴുന്നേൽപ്പിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ നിലനിന്നു, ഞാൻ നേരെ നിന്നു എന്ന് ദാവീദ് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളതായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവയെ ഓർത്തുകൊണ്ട് നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നുണ്ടോ? കർത്താവ് പറഞ്ഞു, എൻ്റെ ജനം എൻ്റെ വാക്കു കേൾക്കുമെന്ന്. നിനക്കും ദൈവത്തിനും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടോ? അവൻ്റെ സന്നിധിയിൽ നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവത്തോട് മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അവൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ, വായിക്കുമ്പോൾ, അവൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മൃദുസ്വരം നമുക്ക് കേൾക്കുവാൻ കഴിയും. അവൻ്റെ ഹിതം നമുക്കറിയാൻ കഴിയും. അവൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ അവൻ്റെ കൃപ നമുക്ക് ലഭിക്കുവാനും ഇടയാകും. അപ്പോൾ നമ്മുടെ ജീവിതം നിറഞ്ഞു കവിയുന്ന അനുഭവം ഉണ്ടായിരിക്കും, സമൃദ്ധിയുള്ളതായ അനുഭവം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ജീവിതം കർത്താവ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് സംസാരിക്കുന്ന സമയമാണിത്. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. നിന്റെ വിശ്വാസം എങ്ങനെയായിരിക്കുന്നു? നിന്റെ ജീവിതം എങ്ങനെയായിരിക്കുന്നു? ഈ കർത്താവ് നിന്റെ രക്ഷകനായിരിക്കുന്നുവോ? അവൻ നിന്റെ ഇടയനായിരിക്കുന്നുവോ? അവനെ നിന്റെ സ്നേഹിതനാക്കി മാറ്റിയിരിക്കുന്നു. അവനെ ദൈവമായിട്ട് നീ അംഗീകരിച്ചിരിക്കുന്നു. അവനോട് ചേർന്ന് വസിച്ചുകൊണ്ട്, അവനുമായി കൂട്ടായ്മ ആചരിച്ചുകൊണ്ട്, അവൻ്റെ നാമത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? ഒരു നിമിഷം പരിശോധിച്ചു നോക്കാം. അവൻ്റെ നാമത്തിൽ നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് വളരെ ശ്രേഷ്ഠമായൊരു സമയമാണിത്. നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമുണ്ട്, നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമുണ്ട്, നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമുണ്ട്. നിനക്ക് നന്മ നൽകുന്ന യേശു കർത്താവ്, നിനക്ക് വേണ്ടി പ്രാണനെ നൽകിയ യേശു കർത്താവ്, അവൻ്റെ രാജ്യത്ത് നിന്നെ ചേർക്കുന്നതിന് വേണ്ടി തലമുറ തലമുറയായി യുഗങ്ങളായി അവനോടുകൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നിനക്ക് നൽകാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നീ ഈ ലോകത്തെ നോക്കുന്നു, നീ പാപത്തെ പിന്തുടരുന്നു. നിന്റെ ഇഷ്ടം പോലെ നീ ജീവിച്ചുകൊണ്ട് അസംതൃപ്തിയോടെ ആയിരിക്കുന്നു. എപ്പോഴും കുറവുകളാണ്, എപ്പോഴും കുറ്റങ്ങളാണ്, എപ്പോഴും ബുദ്ധിമുട്ടാണ്, എപ്പോഴും ഞെരുക്കങ്ങളാണ്, എപ്പോഴും പ്രശ്നങ്ങളാണ്, എപ്പോഴും രോഗങ്ങളാണ്. ഈ സ്ഥിതിയിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാൻ നിന്റെ ജീവിതം അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കണമേ. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം വേണം കർത്താവേ. ദാവീദിനെ പോലെ നിന്നോട് ചേർന്നിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്റെ വചനം ധ്യാനിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയം നിന്റെ സന്നിധിയിൽ പകരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദി കൊണ്ടും സ്തുതി കൊണ്ടും ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. ഈ നശ്വരമായ ഈ ലോകത്തിൽ, ദുഷിച്ചതായ ഈ ലോകത്തിൽ നിനക്ക് വേണ്ടി ജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകുമാറാകണമേ. ഞങ്ങൾക്ക് വിശ്വാസം നൽകണമേ. എവിടെ നോക്കിയാലും ക്ഷാമമാണ്, എവിടെ നോക്കിയാലും കഷ്ടതയാണ്, എവിടെ നോക്കിയാലും രോഗമാണ്,
ഇങ്ങനെയുള്ളതായ അവസ്ഥയിൽ ഞങ്ങളെ നടത്തുന്ന ദൈവമായിരിക്കുന്നത് കൊണ്ട് നിന്റെ അടുക്കലേക്ക് വരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണം. എൻ്റെ ഇടയൻ എൻ്റെ യേശുക്രിസ്തുവാണെന്ന് ധൈര്യത്തോടെ പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മനസ്സിൽ നിന്റെ സ്നേഹം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ തെറ്റു ചെയ്താൽ ഞങ്ങളെ ശിക്ഷിക്കണമേ. ഞങ്ങൾ അകന്നു പോകാതെ നീ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. ഞങ്ങളെ വിട്ടുപിരിയരുതേ. നീ ഞങ്ങളെ വിട്ടുകളഞ്ഞാൽ ഞങ്ങൾ വീണുപോകും. നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞാൽ ഞങ്ങൾ നശിച്ചു പോകും. പിശാചിൻ്റെ കയ്യിൽ വീണ് ഞങ്ങൾ തകർന്നു പോകും. കർത്താവേ, നീ ഞങ്ങളുടെ ഇടയനായിട്ടിരിക്കണമേ. ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. സ്വസ്ഥത നൽകുമാറാകണമേ. ശാന്തി ഞങ്ങൾക്ക് നൽകുമാറാകണമേ. കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നന്മ ഞങ്ങൾക്ക് നൽകണമേ. നിറഞ്ഞു കവിയുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ